ജുമഅ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം കാണാം, വരൂ നിങ്ങൾക്കൊരു ഓർഡർ ഉണ്ട്, നിങ്ങളുമായി അല്പം സംസാരിക്കാനുണ്ട്. പിന്നെ ആളെ 4 ദിവസത്തേക്ക് കാണില്ല. ഇയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇതാണ് പൊക്കുന്നതിന്റെ രൂപം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ആ പദത്തിന്റെ അടിയുടെ ഭാഗമൊന്ന് പരിശോധിച്ച് നോക്കുക സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നു, നീങ്ങിപ്പോവാൻ പാടില്ല. പൂർവികരായ ആളുകൾ കാണിച്ചു തന്നതിൽ നിന്ന് അശേഷം പിറകോട്ട് പോവാൻ പാടില്ല. കുത്തുബ പരിഭാഷയ്ക്കുള്ള ഒരവസരവും ഉണ്ടാക്കരുത്. സ്ത്രീകളെ പള്ളിക്കകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഉണ്ടാക്കരുത്. അതുണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ധാരാളം ഭവിഷ്യത്തുകള്, ഒട്ടേറെ ഭവിഷ്യത്തുകള്. എപ്പോഴാണ്? ഈ തറപ്രസംഗം നടക്കുന്ന നേരത്ത്, അതല്ലെങ്കിൽ ഈ പരിഭാഷ നടക്കുന്ന സന്ദർഭത്തിൽ വൈകാരികമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അവിടെ കോലാഹലം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം സദസ്സിലുണ്ടാകുക വ്യത്യസ്ത ചിന്താഗതിയുടെ ആളുകളായിരിക്കും. കണ്ടില്ലേ നിങ്ങൾ ഈ ദുബായിലെ ഇന്നലെ ഒരു യോഗം നടക്കുന്ന സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ആളുകൾ കയറി അടിച്ചു ബഹളമുണ്ടാക്കി എന്നൊക്കെയാ പറയുന്നത്. പത്രത്തിൽ അങ്ങനെ വായിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തറപ്രസംഗം നടക്കുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ മറ്റുള്ള പരിഭാഷ നടക്കുന്ന സന്ദർഭത്തിൽ കയറി തല്ലലുണ്ടാവില്ല? അങ്ങനെ തല്ലോട് തല്ലാകുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു പാർശ്വവശത്തോ 10, 25, 50 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. ഒരപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കാനുള്ള വല്ല കൽപ്പും സ്ത്രീകൾക്കുണ്ടോ? നാക്കിസാത്തു അഖിലും വദീൻ എന്നാണ്. ആകപ്പാടെ നിലയും വിളിയും ബഹളവുമായിരിക്കും. മാത്രമല്ല ബോധം കെട്ടി വീഴലും മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും എല്ലാം അവിടെ നടക്കും. ഇതിനാണോ ജുമുഅ എന്ന് പറയുന്നത്? സ്ത്രീക്ക് എത്രമാത്രം ദൗർബല്യമുണ്ട് എന്ന് പോലും തിരിച്ചറിയാത്തതിന്റെ ഫലമാണ് അവരെ പള്ളിയിലോട്ട് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത്. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ രൂപത്തിലുള്ളതായ ബഹളങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. എല്ലാ മുഹദസാത്തുൽ ഉമൂർ തന്നെ മുഴുവൻ കാര്യങ്ങളെയും സൂക്ഷിക്കേണ്ടതാകുന്നു. സ്ത്രീകളെ പള്ളിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷാന്തരം ചെയ്യുക എന്നുള്ളത് സൂക്ഷിക്കേണ്ടതാണ്. എല്ലാം സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ എന്തു ചെയ്യുക? പൂർവികരായ ആളുകൾ എങ്ങനെയാണോ നടന്നു പോന്നിട്ടുള്ളത് അതിനുമേൽ തന്നെ ഉറച്ചു നിന്നേക്കുക. പൂർവികരായ ആളുകൾക്ക് തെറ്റിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ മഹാനായ തങ്ങൾ ഉറങ്ങാതെ ക്ഷീണിച്ചവനായി കാണിക്കാതെ അഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് ഇസ്ലാം ദീനിനെ എല്ലായിടങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുകയുണ്ടായി, സാക്ഷാൽ ചൈനയിലേക്ക് വരെ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, ഈ പ്രവാചകൻ ദൂതന്മാരെ പറഞ്ഞയച്ചു, കത്തും കൊടുത്തയച്ചിട്ട്. ചൈനയിൽ ചെന്നെത്തുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ്. പക്ഷേ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. മാർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമാണ് നിങ്ങളെ പറഞ്ഞയച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെയാ ചൈനക്കാരെ കുറിച്ച് ചിന്താകുലനാവാതിരിക്കുക? മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട യാത്രാ തൽപരരായ ആളുകളെ, ആ ഡെലിഗേറ്റിനെ, ദൂതന്മാരെ പറഞ്ഞയച്ചു. എവിടേക്ക്? ചൈനയിലേക്ക്. ഞാനല്ല പറയുന്നത്, നമ്മുടെ താരീഖുമല്ല, താരീഖ് ഇബ്നു ഹിശാം അല്ല പറയുന്നത്. ആരാ പറഞ്ഞത്? സാക്ഷാൽ നെഹ്റു പറയുന്നു. അപ്പോൾ അംഗീകരിക്കുന്ന വേടല്ലോ. കാരണം അദ്ദേഹത്തിന് ഗിബ്ബൻ എഴുതി കൊടുത്തതോ അതല്ലെങ്കിൽ മറ്റുള്ളവർ വില്യം മൂർ എഴുതി കൊടുത്തതോ അതൊക്കെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. ഏതെങ്കിലും വിധേന ഇസ്ലാമിനെ വഷളാക്കാൻ വല്ല വഴുതുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് മേൽപ്പറയപ്പെട്ട എഴുത്തുകാരൻ, ഓറിയന്റലിസ്റ്റുകൾ. അവർക്ക് വരെ സമ്മതിക്കേണ്ടി വന്നതാണ് നെഹ്റു വായിച്ചു മനസ്സിലാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സാക്ഷാൽ ചൈനയിലേക്ക് വരെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ റസൂല്. എന്റെ സുഹൃത്തുക്കളെ, ചൈനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ആളെ പറഞ്ഞയച്ചപ്പോൾ, ഇന്ത്യയിലേക്ക് ആളെ പറഞ്ഞയച്ചപ്പോൾ, ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കയറി വരുന്ന നേരത്ത് സ്വാഭാവികമായും ആ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഭാഷ ഉപയോഗപ്പെടുത്താൻ പറയേണ്ടതായിരുന്നില്ലേ? ചൈനയിൽ ഭാഷാന്തരം നടന്നിട്ടില്ല, ഇവിടെ നടന്നിട്ടില്ല. വന്നെത്തിയ ആളുകൾ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആ നാടിന്റെ ഭാഷ സംസാരിച്ചു തുടങ്ങും. എന്നിട്ടും പറഞ്ഞിട്ടില്ല. മമ്പുറം തങ്ങൾ മരിക്കുന്നത് മലയാളം സംസാരിക്കാൻ പഠിച്ചിട്ടാണ്. വരുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് അറബി അറിയുമായിരുന്നില്ല. 16, 17 വയസ്സുള്ളപ്പോൾ വന്ന തങ്ങൾ 91-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ വളരെ നല്ല വിധത്തിൽ നമ്മുടെ ഭാഷ, അന്നിവിടെ ഉണ്ടായിരുന്ന മലയാളം, ഇന്നത്തെ മലയാളമല്ല, അന്നുണ്ടായിരുന്ന ആ മലയാളം പഠിച്ചിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ 10 മാസക്കാലം ഗൾഫിലിരിക്കുമ്പോൾ അറബി പഠിക്കുന്നു. എന്നാൽ ഈ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ
ചൈനയിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ പ്രാദേശിക ഭാഷ വശമാക്കുന്നുണ്ട്. എന്നിട്ടും അവിടെയുള്ളതായ ഖുതുബകളിൽ ഒരിക്കലും ആ നാട്ടുകാരുടെ ഭാഷ ഉപയോഗിക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തിട്ടില്ല. ഈ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നതിന് മാറ്റം വരുത്തൽ മുഹദസാത്തുൽ ഉമൂറിൽ പെട്ടതല്ലേ? തീർച്ചയായിട്ടും മാറ്റം വരുത്തിയാൽ എന്തായിരുന്നു പന്തികേട്? പ്രവാചകർ അന്നേ മനസ്സിലാക്കിയുണ്ടായി. പിറകിലുണ്ടാകും, CBI പിറകെയുണ്ടാകും. ഈ മുഹാബറാത്ത്, ഗവൺമെന്റിന്റെ മുഹാബറാത്ത് പിറകെ വേണ്ടിരും. അവരുടെ ഉറക്കം കെടുത്തലായി തീരും അത്. അതേ അവസരത്തിൽ നമ്മുടെ ആ അറബിയിലുള്ള ആ ശൈലിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഓരോ മാസത്തിലേക്കും ഓരോ ആഴ്ചയിലേക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനറലായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രദേശത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അറബിയിൽ അങ്ങ് പറഞ്ഞ് മതഭാഷയാകുന്ന അതിലങ്ങ് പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുത്തന്റെയും വികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് തുള്ളുക എന്ന് പറയുന്നൊരു നിലപാടുണ്ടാവുന്നതല്ല. മുഴുവൻ ജനങ്ങളെയും ഒത്തുപിടിച്ചുകൊണ്ടുള്ള സൗന്ദര്യത്തിന്റെ രൂപത്തിൽ പിരിഞ്ഞു പോവാൻ സാധ്യമാകും. ഇത് തന്നെ എല്ലാ വിഷയങ്ങളും നാം മനസ്സിലാക്കണം. അതിന് വിപരീതം ചെയ്തു പോകരുത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ ആളുകളെ പിന്തുടരുക എന്ന് പറയുന്നത് എന്തിനാണ്? അത് നമ്മുടെ ദുനിയാവിന്റെ രക്ഷക്കും ആഖിറത്തിന്റെ രക്ഷക്കും, 2 രക്ഷക്കുമാണ്. ഒരു മേഖലയിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പന എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ എപ്പോഴും മനുഷ്യന്മാർ കൂട്ടായ്മയിലും